അതായത് കേരളത്തിൽ ഇപ്പോൾ ഒഴിവുവരുന്ന ആദ്യ രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് തരും എന്ന് UDF സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ കാണേണ്ടി വരും. അതിന് ചർച്ചയൊന്നും ആരംഭിച്ചിട്ടില്ല. ഏതായാലും റിസൾട്ടൊക്കെ വരട്ടെ. അതിന് ശേഷം ആ കാര്യത്തിലൊന്ന് സജീവമായിട്ട് ചർച്ച ഉണ്ടാവും. തീർച്ചയായിട്ടും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ആവശ്യപ്പെട്ടതാണ്. ആ നിലക്ക് പാർട്ടിയുടെ പരിഗണനയുണ്ട് പുതുമുഖങ്ങൾ ആരെങ്കിലൊക്കെ വരണം എന്നുള്ളത് തന്നെയാണ്. സാഹിബ് പറഞ്ഞു എന്തായാലും സാഹിബ് പരിപാടിക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഇതുപോലെ അദ്ദേഹം ഇപ്പോൾ MLA ആണല്ലോ. അദ്ദേഹം കേരളത്തിലാണല്ലോ അദ്ദേഹത്തിന്റെ ചുമതല. ഇപ്പോൾ MLAയുടെ കാലാവധി തീർന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിന് സാധ്യതയില്ല. അപ്പോൾ എന്നോടിപ്പോൾ സൂചിപ്പിച്ചു ഇങ്ങനെ ചില മാധ്യമങ്ങളെ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം വരുമെന്നൊക്കെ. അപ്പോൾ ഞാനത് നിഷേധിക്കട്ടെ എന്ന് ചോദിച്ചു. ഇപ്പോൾ എന്നോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞു ധൈര്യപൂർവ്വം നിഷേധിച്ചോളെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം കേരളത്തിൽ തന്നെ. ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൽ UDFനെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയൊരു ദൗത്യം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഇൻഷാ അല്ലാഹ് അത് 3-ാം തീയതി 4-ാം തീയതി റിസൾട്ട് വരും. കേരളത്തിൽ നല്ലൊരു വിജയം UDFന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ട്രെൻഡ് നിലനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFനെ തന്നെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരണം. അതിന് UDFന്റെ തന്നെ മുന്നണിയിൽ നിർത്താൻ പ്രാപ്തനായ നേതാവുള്ള കുഞ്ഞാലി സാഹിബ്. അപ്പോൾ അദ്ദേഹത്തെ ആ ചുമതല തുടർന്നും അദ്ദേഹം നിർവഹിക്കട്ടെ. ബാക്കിയുള്ള ചുമതലയിലേക്കൊന്നും ഇപ്പോൾ അദ്ദേഹത്തെ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേതൃത്വം നേരത്തെ തന്നെ തങ്ങളുമായിട്ട് ഈ രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നല്ലോ. ചർച്ച അടക്കം നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അന്തരീക്ഷത്തിൽ പല പേരുകളും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഒരു വ്യവസായിയുടെ പേരടക്കം കേൾക്കുന്നു. ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യുവാക്കളെ തന്നെ ആയിരിക്കും പരിഗണിക്കാം. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം യൂത്ത് ലീഗിന് അർഹമായിട്ടുള്ള, അതായത് യുവാക്കൾക്ക് പുതുമുഖങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം പരിഗണന അതിന് ലഭിക്കും. ഗൗരവതരമായിട്ടുള്ള ആലോചന നടന്നിട്ടില്ല. ഏതായാലും ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ടൊക്കെ വന്നതിന്റെ ശേഷമാണ് ആ കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനത്തിലെത്തുക.